എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ്സ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവിയുടെ ഫൈനൽ കളക്ഷൻ ഇപ്പോൾ തന്നെ മൂവി ഫ്ലോപ്പാണോ അതോ അഡർ ഫ്ലോപ്പാണോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നിവിൻ പോളിയുടെ മെയ് 1 റിലീസ് ചെയ്ത മൂവിയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക് എന്താ പറയുക സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിയെങ്കിലും വലിയൊരു പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത്. അതായത് ഫ്ലോപ്പായിരുന്നു, ഡിജിറ്റലായിട്ട് പോകാതെ ഫ്ലോപ്പിലോട്ട് പോയി. അപ്പോൾ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറൗണ്ട് വലിയൊരു ബഡ്ജറ്റിൽ തന്നെയാണ് ക്യാൻവാസിലാണ് ചിത്രം ഒരുക്കിയതെങ്കിൽ പോലും ഇതിൻ്റെ ഫൈനൽ കളക്ഷനായി കിട്ടിയത് 20 കോടി രൂപയാണ് ഫൈനൽ കളക്ഷനായി കിട്ടിയത്. അതുകൂടി ഇത്തരം ഫ്ലോപ്പായിരുന്നു. ഡിജോ ജോസ് ആൻ്റണി ആയിരുന്നു ചിത്രം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിസി സ്റ്റീഫനായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ഇതിൽ പ്രധാന കാസ്റ്റിംഗായി വന്ന നിവിൻ പോളി, ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, മഞ്ജു പിള്ളൈ തുടങ്ങിയൊക്കെയായിരുന്നു പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടൊരു കഥ തന്നെയായിരുന്നു. കാരണം കോമഡി ഒന്നും ഫസ്റ്റ് ഔട്ടിൽ വലിയ വർക്കൗട്ട് ആകാൻ സാധിച്ചില്ല. നമ്മൾ കണ്ടുപോയിക്കുള്ള രീതി തന്നെയൊക്കെയായിരുന്നു. അത്യാവശ്യം എന്താ പറയുക ഒരു ഏവറേജ് അഭിപ്രായമായിട്ടാണ് ഞാനടക്കം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ബൈ.